തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസ്സിലെ യാത്രയുടെ അവസാനത്തെ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ സമയം 6:30 നമ്മൾ അഹമ്മദാബാദ് എത്താറായിട്ടുണ്ട്. അഹമ്മദാബാദിന് തൊട്ട് മുമ്പുള്ള മണിനഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മളിപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ പോയ അഹമ്മദാബാദാണ്. പുതിയ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്റ്റിൻ്റെ പണി നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇവിടൊക്കെ എന്തോ പില്ലറൊക്കെ ആയിട്ടേ ഉള്ളൂ. കുറച്ച് ഭാഗമൊക്കെ ഫുള്ളായിട്ടുണ്ട്. എന്നാലും സമയം എടുക്കും കേട്ടോ. ഇനിയും അടിപൊളിയായിട്ടാണ് പണിയുന്നവർ. അഹമ്മദാബാദിൽ നിന്ന് മുംബൈക്ക് പോകുന്ന IRCTC തേജസ് ആണ് ഈ പോകുന്നത്. നമ്മൾ ഈ വണ്ടിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോക്കോ ഉണ്ട്, WP4 ലോക്കോ ആണ്. ഈ പോകുന്നത് ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. ഇത് ഹാപ്പ ഉണ്ടല്ലോ, ഹാപ്പയിൽ നിന്നും നഹർലാഗുണിലേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. നഹർലാഗുൺ എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലാണ്, ഓർക്കണം. അത്രയും ദൂരം പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ. അതുപോലെ എന്നല്ലേ ഹാപ്പ നഹർലാഗുൺ സ്പെഷ്യൽ. അതാണ് ഒരു ജീണേൻ്റെ പവറോടുകൂടി അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ട് പോകുന്നത് ടുവാർഡ്സ് വഡോദര. നമ്മളങ്ങനെ അഹമ്മദാബാദ് കയറുവാണ്. നമ്മളൊരു 10-20 മിനിറ്റ് ലേറ്റാണിപ്പോൾ. അങ്ങ് കാണുന്ന അവിടെ കാണുന്നതാണ് നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനാണ് കാണുന്നത്. ആ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് പണിത് കഴിഞ്ഞില്ല ഇതിലായിട്ടും. നമ്മുടെ വണ്ടി ഏകദേശം കാലിയായെന്ന് വേണമെങ്കിൽ പറയാം. ആൾക്കാരൊക്കെ വളരെ കുറവാണ്, ആരും ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും പോയി കണ്ടോ, ഫുള്ള് കാലിയായി തുടങ്ങി. നമ്മുടെ എറണാകുളം ഓക്ക എക്സ്പ്രസ് എല്ലാം ഈ സെയിം ടൈം സ്ലോട്ടിലാണ് അഹമ്മദാബാദ് എത്തുന്നത്. അപ്പോൾ അഹമ്മദാബാദിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 നമ്മളിപ്പോൾ വന്നത്. ഇനി ഇവിടെ ക്രൂ ചേഞ്ച് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇനി ഉടനെ വിടുമായിരിക്കും. നമ്മളിപ്പോൾ ഉള്ളത് വെസ്റ്റേൺ റെയിൽവേയിലാണ്. നമ്മൾ ആക്ച്വലി ഇന്നലെ രാത്രി മുതൽ വെസ്റ്റേൺ റെയിൽവേയിലാണ്. നമ്മൾ ഇന്നലെ രാത്രി കയറി ഇന്ന് നമ്മൾ വെരാവൽ എത്തുന്ന വരെ വെസ്റ്റേൺ റെയിൽവേ ആണ്. അത്രയ്ക്ക് വെള്ളമാണ് വെസ്റ്റേൺ റെയിൽവേ. വെരാവലൊക്കെ ഉള്ള വെസ്റ്റേൺ റെയിൽവേയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള വെസ്റ്റേൺ റെയിൽവേയിൽ അഹമ്മദാബാദ് ഡിവിഷനാണിത്. ഈ അഹമ്മദാബാദ് ജംഗ്ഷനൊക്കെ ഉള്ള ശ്രീഗംഗാനഗർ കൊച്ചുവേലി എക്സ്പ്രസ്സിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. അതിപ്പോൾ സബർമതി ഞാൻ നോക്കിയപ്പോൾ അത് കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അത് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വിരംഗം ജംഗ്ഷൻ എന്നൊരു സ്ഥലത്താണ്. അടുത്ത മെയിൻ സ്ഥലം രാജ്കോട്ടാണ്. രാജ്കോട്ട് എത്തുന്നത് 11 മണിക്കാണ് രാവിലെ. അപ്പോൾ ഈ ശ്രീഗംഗാനഗർ കൊച്ചുവേലി കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസ് അഹമ്മദാബാദിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. ഒരെണ്ണം തേണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ട്രെയിൻ തേണ്ട് പുറകിലോട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതല്ലേ. അത് എവിടെന്നോ ഇങ്ങോട്ട് വരുന്ന ട്രെയിനാണ്. എനിക്കിൻ്റെ പേര് വലിയ വായിക്കാൻ പറ്റത്തില്ല. ഇത് ഏതാണ്? ഏകതാ നഗർ. ഇത് മനസ്സിലായി. ഇതിൻ്റെ അഹമ്മദാബാദിൽ നിന്ന് മറ്റേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇല്ലേ, അവിടുത്തെ സ്റ്റേഷൻ്റെ പേരാണ് ഏകതാ നഗർ. അങ്ങോട്ടേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നു ജനശതാബ്ദി എന്ന് തോന്നിയത്. അത് തന്നെ. അത് അഹമ്മദാബാദ് ഏകതാ നഗർ ജനശതാബ്ദി. നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോകുന്ന ട്രെയിനാണിത് കേട്ടോ. ഈ വണ്ടിക്ക് വിസ്റ്റഡോം കോച്ചൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, എനിക്ക് വിസ്റ്റഡോം ഉണ്ട്. ഇതിനെ ഷണ്ട് ചെയ്യുന്നത് ഒരു ആൽക്കോയ കണ്ടോ, 11540. ആൽക്കോയൊക്കെ ഇപ്പോൾ എന്ത് റെയറല്ലേ. ഇതിൻ്റെ ലോക്കോ ആയിരിക്കും മിക്കവാറും ഈ കിടക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ വന്ന് റെഡി കിടക്കോ വേണ്ട, ഇത് തന്നെ ആയിരിക്കും അതിൻ്റെ ലോക്കോ.
നമ്മുടെ വണ്ടി പയ്യാണ് ലൂപ്പ് ഇറങ്ങുന്നത്. നല്ല സ്പീഡ് പറയാണ്ട് എനിക്ക് ഒന്ന് 5 or 10 എങ്ങാണ്ടാന്ന് ഇവിടുത്തെ ലൂപ്പ് സ്പീഡൊക്കെ. രണ്ട് ഇതെല്ലാം മറ്റേ ആ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് പണി കണ്ടോ. ഈ ഒരു സംഭവം സബർമതിയിലേക്കും ഉണ്ട്. അപ്പോൾ അതാണ് കാണുന്നത് കേട്ടോ മുകളിൽ. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഭാഗത്തൂടെ ഉള്ളു കുറച്ചുകൂടെ പണി കഴിയാൻ വേണ്ടിയിട്ട്. പോർബന്ദറിന് ദാദർ പോകുന്ന സൗരാഷ്ട്ര സൂപ്പർ ഫാസ്റ്റ് ആണ് ഈ പോകുന്നത് കേട്ടോ. IC റേക്കാണ്, പഴയ റേക്കാണ് കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് അല്ല, എക്സ്പ്രസ് ആണ് കേട്ടോ. സോറി എക്സ്പ്രസ് ആണ്, സൗരാഷ്ട്ര എക്സ്പ്രസ്. ഈ ഒരു ഭാഗം നമ്മൾ ഈ പോകുന്ന ഭാഗത്തിനെ പറയുന്നത് സൗരാഷ്ട്ര എന്നാണ്. നമ്മുടെ അവിടെ തിരുവിതാംകൂർ, മലബാർ എന്നൊക്കെ പറയത്തില്ല. അതേപോലെ ഈ ഒരു നമ്മൾ ഈ പോകുന്ന വെരാവൽ ഭാഗമൊക്കെ ഉള്ളത് സൗരാഷ്ട്ര റീജിയനാണ്, ഗുജറാത്തിൻ്റെ. ഈ കാണുന്നത് നമ്മുടെ സബർമതി നദിയാണ്. ഈ ഒരു ഭാഗം രാത്രി കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര കാറ്റാണ്, ഒരിക്കൽ നല്ല കാറ്റാണ്. സബർമതി നദിയാണ് കാണുന്നത്. അപ്പോൾ സബർമതി നദിയുടെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ രാജ്കോട്ട് ഭാഗത്തേക്ക് പോകുന്നത്. ആ വരുന്നതാണ് നമ്മുടെ ശ്രീഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ്. അത് മറ്റേ മഹേസന ഭാഗത്തുനിന്ന് വരുന്നതാണ്, അബൂ റോഡ് ഭാഗത്തുനിന്ന് വരുന്നതാണ്. അതാണ് ആ ലൈനിൽ കൂടെ വരുന്നത് കണ്ടോ. റോയ്പുരം ഷെഡിൻ്റെ ഒരു 37017 ലോക്കോ ആണേ. ഈ സ്റ്റേഷൻ സബർമതി ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷനാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് സബർമതി BG വരുന്നത്. അപ്പോൾ ഈ സബർമതി BG വഴിയാണ് ആ ശ്രീഗംഗാനഗർ വന്നത്. 2 സ്റ്റേഷനുണ്ട് ഈ സബർമതിയുടെ. അപ്പോൾ നമ്മുടെ വെരാവൽ എക്സ്പ്രസ് വിരംഗം ജംഗ്ഷൻ ലക്ഷ്യമാക്കി പോവാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചവിട്ടുന്നുണ്ട്, കാരണം വലിയൊരു സിറ്റിയല്ല അഹമ്മദാബാദ്. അവിടെ ഇവിടെയൊക്കെ കുറേ ലൈനുണ്ട്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചവിട്ടിയാണ് പോകുന്നത്. വണ്ടി ഇപ്പോൾ ഒരു 25 മിനിറ്റ് ലേറ്റാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിരിക്കുകയാണ്. ഉപ്പുമാവും വടയുമാണ് മേടിച്ചിരുന്നത് കേട്ടോ. ഇന്നലെ നമ്മൾ ഇഡ്ഡലിയാണ് മേടിച്ചേ. ഇന്ന് ഉപ്പുമാവും വടയും, ഇതെനിക്ക് തോന്നുന്നു സാമ്പാറും എല്ലായിരിക്കും, പിന്നെ ചായയും. ഇതാണ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഉപ്പുമാവ് കഴിച്ച് ഉപ്പുമാവ് പോലെ ഇരിപ്പുണ്ട്, അല്ലാണ്ട് വേറൊന്നുമില്ല. വട കൊള്ളാം കേട്ടോ. വട നല്ല സോഫ്റ്റ് വടയാണ്. ചമ്മന്തിയാണ് കൂടെ തന്നിരിക്കുന്നത് കേട്ടോ. ചമ്മന്തിയും വടയും കൂടെ നൈസ്, നല്ല വട കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണണം, കാരണം ലാസ്റ്റ് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ സോംനാഥ് അമ്പലത്തിൽ പോകുന്നുണ്ട്. സോംനാഥ് അമ്പലം നമ്മുടെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ വെരാവലെത്തിയിട്ട് ഫ്രഷായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പറയല്ലേ. അടിപൊളിയൊരു അമ്പലമാണ് അത്. കടലിന് അടുത്തുള്ളൊരു അടിപൊളിയൊരു അമ്പലം അത്. നമ്മൾ അഹമ്മദാബാദ് കഴിഞ്ഞ പിന്നെ സ്പീഡ് വലുതായിട്ടൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ചവിട്ടുന്നുണ്ട്. വണ്ടി കുറച്ച് ലേറ്റ് ആയി തുടങ്ങിയപ്പം. നമ്മളീ പോകുന്ന സെക്ഷൻ മറ്റേ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ പോകുന്ന സെക്ഷനാണ്. അതുകൊണ്ട് ഇവിടുത്തെ മുകളിലത്തെ ലൈൻ കമ്പി നല്ല ഉയരത്തിലാണ് കണ്ടോ. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ ലോക്കോയ്ക്ക് അത്ര ഉയരത്തിലുള്ള പാൻറ്റോഗ്രാഫ് ഇവർ വെച്ചിരിക്കുന്നത്. അതിന് ഹൈ റൈസ് പാൻറ്റോഗ്രാഫ് എന്ന് പറയും. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ലോക്കോ. അപ്പോൾ ആ ലോക്കോയ്ക്ക് അങ്ങനത്തെ പാൻറ്റോഗ്രാഫാണ്. ഇത്രയും ഹൈറ്റിൽ പൊങ്ങുന്ന ടൈപ്പ് പാൻറ്റോഗ്രാഫാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഇതേപോലെ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നർ പോകുന്ന റൂട്ടാണ്. ഗുജറാത്തിൻ്റെ മെയിൻ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് നമ്മളീ പോകുന്നത്. ജാംനഗർ, പിന്നെ നമ്മളീ പോകുന്ന ഈ വെരാവൽ, ആ ഭാഗത്തെല്ലാം ആ കോസ്റ്റൽ ഏരിയ ഫുള്ള് ഇതേപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ ഗുഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ വിരംഗം ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് ഗാന്ധിധാം ഭാഗത്തേക്കൊക്കെ പോകുന്നത്. നമ്മുടെ നാഗർകോവിൽ ഗാന്ധിധാമൊക്കെ ഈ വഴിയാണ് പോകുന്നത്. നമ്മളിവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ രാജ്കോട്ട് ഭാഗത്തേക്ക് പോകുന്നത്. ഇവിടെ ഒരു ലൈൻ കാണാം. ഈ ലൈൻ വരുന്നത് മഹേസന ഭാഗത്തു നിന്ന് വരുന്ന ലൈനാണ്. അതായത് അബൂ റോഡിൽ നിന്ന് വരുന്ന ലൈനില്ലേ, അപ്പോൾ ആ ലൈനാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇതും പിന്നെ അഹമ്മദാബാദിൽ നിന്ന് വരുന്ന ലൈനും കൂടെ ഈ വിരംഗം ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് പിന്നെയും സ്പ്ലിറ്റ് ആയിട്ട് പോകും. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ WDG 4G 6G ലോക്കോസും കാണാം കേട്ടോ. ഗുഡ്സിൻ്റെ അയ്യര് കളിയുള്ളൊരു സ്ഥലമാണിത്. കണ്ട് വരുന്നുണ്ട്, കാണിച്ചു തരാം. ഇത് നോക്ക് എന്താ പോകുന്നത്, LPG ആണ് ഈ പോകുന്നത് കേട്ടോ.
ഈ നമ്മുടെ ആ ഇറാൻ യുദ്ധമൊക്കെ നടക്കുമല്ലേ, അപ്പോൾ അവിടുന്ന് കുറേ കപ്പലുകളൊക്കെ ഇപ്പോൾ ഇന്ത്യയുടെയൊക്കെ കയറ്റി വിട്ടെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഇവിടെ ഏതെങ്കിലും തുറമുഖത്ത് വന്ന് ഇറങ്ങിയ കപ്പലിലെ LPG ആയിരിക്കും കൊണ്ടുപോകുന്നത്. കണ്ടോ, അടിപൊളി. അപ്പോൾ ഇതാണ് വിരംഗം ജംഗ്ഷൻ. വലിയ ആളും പേരും ഒന്നും ഇല്ലാത്തൊരു സ്റ്റേഷനാണ് തോന്നുന്നു. അത്ര വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സുരേന്ദ്രനഗർ ജംഗ്ഷൻ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് ഭാവ്നഗറൊക്കെ പോകുന്നത് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകും. നമ്മളിവിടെ നേരെ ടുവാർഡ്സ് രാജ്കോട്ട് ഭാഗത്തേക്ക് പോകും. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ് ഈ സുരേന്ദ്രനഗർ. ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ, വിരംഗം വരെ വന്നിട്ടുണ്ട്. പിന്നെ ഈ റൂട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ സ്റ്റേഷനിൽ വലിയ ആളും പേരും ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ വലിയ തിരക്കോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടികളും അത്രയ്ക്കേ ഉള്ളൂ. വണ്ടികൾ വലിയ അത്രയ്ക്കൊന്നും ഇല്ല, കുറവാണ് വണ്ടികളൊക്കെ. പുറത്തങ്ങനെ കാര്യമായിട്ട് കാണിക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര ഡ്രൈ ആണ്. രാവിലെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു. ഇപ്പോഴും ആ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം 10:15 ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ചൂടായി വരും. നമ്മളിപ്പോൾ ഗുജറാത്തിലെ വങ്കാനീർ എന്നൊരു സ്ഥലത്തേക്കൊണ്ടിരിക്കുകയാണ്. വങ്കാനീർ ജംഗ്ഷൻ രാജ്കോട്ടിന് 1 മണിക്കൂർ മുമ്പുള്ളൊരു സ്ഥലമാണ്, ഒരു സ്റ്റോപ്പ് മുമ്പാണ്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ രാജ്കോട്ടാണ് സ്ഥലം. ഇതെല്ലാം ചെറിയ ചെറിയ കുഞ്ഞ് സ്റ്റേഷനാണ്. പക്ഷേ ഇവിടെ നിന്നെല്ലാം ഈ ഓരോ ബ്രാഞ്ച് ലൈനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. അതാണ് ഈ ജംഗ്ഷൻ എന്ന പേര്, വേറൊന്നുമല്ല. നമ്മൾ ഈ രാജസ്ഥാൻ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ ഉള്ള ആ ഒരു വൈബാണ്. ഫുള്ള് വെയിലും പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല. ഫുള്ള് ഒരു എന്താ പറയുക, ഒരു മരുഭൂമി കൂടെ പോകുന്ന പോലെ ഒന്നുമില്ല, കാണാൻ മാത്രമായിട്ടൊന്നുമില്ല. ഈ റൂട്ടിൽ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, കാണാൻ മാത്രമൊന്നുമില്ല. നമ്മുടെ ലോക്കോയുടെ പാൻറ്റോഗ്രാഫിൻ്റെ ഉയരം കണ്ടോ നിങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞത്. കണ്ട, നമുക്ക് എന്ത് ഹൈറ്റിലാണ് പൊങ്ങി നിൽക്കുന്നതെന്ന് നോക്കിയേ. കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ മറ്റേ ആ ഹൈ റേസ് പാൻറ്റോഗ്രാഫ്. ഇവിടുത്തെ ലൈൻ കമ്പിയുടെ ഉയരം കണ്ടോ? അത്രയും ഉയരത്തിലാണ് ഈ സാധനം പൊങ്ങി നിൽക്കണത്.
ഇവിടെ ധാരാളം കാറ്റുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. നല്ല കാറ്റുണ്ട്. ഇവിടെ കുറച്ച് വിൻഡ് മില്ല് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നോക്കി, നല്ല ഹൈറ്റിലുള്ള വിൻഡ് മില്ല് കണ്ടോ. അത്യാവശ്യം കാറ്റുള്ളൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. അതാണ് വിൻഡ് മില്ല് കണ്ടോ. കുറച്ച് ആ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. ആ മരയുടെ അപ്പുറമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വിൻഡ് മില്ല്. പൊളിയല്ലേ. നമ്മളങ്ങനെ ഗുജറാത്തിലെ രാജ്കോട്ട് എത്താറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് രാജ്കോട്ട് വഴി പോകുന്നത്. അപ്പോൾ രാജ്കോട്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ റെയിൽവേയിലെ ഒരു ഡിവിഷനാണ്, രാജ്കോട്ട് ഡിവിഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ജാംനഗർ ഓക്കയിലേക്കൊക്കെ പോകുന്നത്. ഈ രാജ്കോട്ടിൽ നിന്ന് കേരളത്തിലേക്കുള്ള 4 വണ്ടികളാണുള്ളത്. ഒന്ന് നമ്മുടെ വെരാവൽ ട്രിവാൻഡ്രം, ജാംനഗർ തിരുനെൽവേലി, പോർബന്ദർ തിരുവനന്തപുരം നോർത്ത്, ഓക്ക എറണാകുളം. 4 വണ്ടിയാണ് രാജ്കോട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പോകാനുള്ളത്. ഒരുപാട് മലയാളികൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥലം കൂടാണ് ഈ രാജ്കോട്ട്, ജാംനഗർ ആ ഭാഗമൊക്കെ കേട്ടോ. ഇഷ്ടംപോലെ മലയാളികളുണ്ട്. നമ്മളേതോ ഒരു കുഞ്ഞൊരു നദീന്ന് വിളിക്കാൻ പറ്റത്തില്ല. ഇതെന്തോ ഈ അഴുക്ക് ജാലാന്ന് തോന്നുന്നുണ്ടോ. ഫുള്ള് അഴുക്ക് വെള്ളമാണ്. അത് കടന്നാണ് നമ്മളാണ്ട് രാജ്കോട്ട് ജംഗ്ഷനിലേക്ക് കയറുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ഭാഗത്തൊക്കെ വരുന്നത് കേട്ടോ, രാജ്കോട്ടിലേക്കൊക്കെ. വെരാവൽ എക്സ്പ്രസ് രാജ്കോട്ട് എത്തുന്നത് പക്ക ഓൺ ടൈമിനാണ്. 11 മണിക്കാണ് എത്തുന്നത്. ഇനി ഇവിടുന്ന് 11:10 എടുക്കുന്നത്. 10 മിനിറ്റ് ഹോൾട്ട് ഉണ്ട്. ഇവിടുന്ന് ക്രൂ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഈ ക്രൂ ചേഞ്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കയറുന്ന ക്രൂ ആയിരിക്കും അങ്ങ് വെരാവൽ വരെ ഓടിക്കുന്നത്. നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഇപ്പോൾ കാലിയായെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ 2 ടയർ ഓൾറെഡി കാലിയായി. ഇപ്പോൾ വണ്ടി ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും ഇല്ലെന്ന് തോന്നുന്നു. വെരാവൽ വരെ പോകുന്നത് ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു. ആരുമില്ല, കണ്ടില്ല ആരും വെരാവൽ വരെ പോകുന്നത് കേട്ടോ. എല്ലാവരും ഇവിടം വരെ, രാജ്കോട്ട് വരെയൊക്കെ ഉള്ളൂ. വണ്ടി ഓടിക്കൊണ്ടിരുന്ന രാജ്കോട്ട് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ പറഞ്ഞായിരുന്നു. ആദ്യം ഇത് അഹമ്മദാബാദ് ട്രിവാൻഡ്രം ആയിരുന്നു, പിന്നെ രാജ്കോട്ട് ട്രിവാൻഡ്രം ആയി, പിന്നെ ഇവിടെ നിന്ന് എക്സ്റ്റെൻഡ് ആക്കിയാണ് ഇപ്പോൾ വെരാവൽ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് ഓടുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് രാജ്കോട്ടിലേക്കൊരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയുണ്ട്, ഡയറക്റ്റ് വണ്ടി കേട്ടോ. പിന്നെ സെക്കന്ദരാബാദിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് രാജ്കോട്ടിലേക്ക് വണ്ടിയുണ്ട്. നമ്മുടെ അവിടെ നിന്ന് രാജ്കോട്ട് പാസ് ചെയ്ത് പോകുന്ന വണ്ടിയാണ്. രാജ്കോട്ട് വരെയുള്ള വണ്ടികൾ കോയമ്പത്തൂരിന് ഒരെണ്ണമുണ്ട്, കോയമ്പത്തൂർ രാജ്കോട്ട്. വഡോദരയുടെ ഒരു WP5 കിടക്കുന്നുണ്ടോ. ഫോർച്യൂൺ എന്ന് പറഞ്ഞ മറ്റേ എണ്ണയില്ലേ, ആ എണ്ണയുടെ പരസ്യം ഒട്ടിച്ചത്. ഇതുപോലത്തെ ലോക്കോ എടുത്തിട്ടാണ് ഇവർ ഈ അമൃതഭാരത് ടൈപ്പ് ആക്കുന്നത്. ഇതും മിക്കവാറും ഉടനെ തന്നെ അമൃതഭാരത് ടൈപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാം ഇപ്പോൾ അങ്ങനെയല്ല ആക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ 2 പോലീസുകാർ മഫ്തിയിൽ വന്നിട്ട് ചോദിച്ചു എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചു. പറഞ്ഞു ട്രിവാൻഡ്രത്ത് നിന്ന് വരുമെന്ന് പറഞ്ഞു. ബാഗ് കാണിക്കാവോ, കള്ളുണ്ടോ എന്ന് ചോദിച്ചു. കള്ളില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഗുജറാത്ത് ഒരു ഡ്രൈ സ്റ്റേറ്റ് ആണ്. ഇവിടെ കള്ള് കുടിക്കാൻ പറ്റത്തില്ല, കള്ള് വിൽക്കാനും പറ്റത്തില്ല, അങ്ങനെ കുറേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കള്ള് പിടിച്ചാൽ ഇവിടെ അകത്ത് കിടക്കും. ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്ന റൂട്ട് സിംഗിൾ ലൈനാണെന്ന് തോന്നുന്നു. ഞാൻ മാപ്പിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടത്. സിംഗിൾ ലൈൻ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രോസിങ് വരാനും ചാൻസ് ഉണ്ട്. ഈ വണ്ടി വരാൻ വേണ്ടിയാണ് നമ്മളിവിടെ പിടിച്ചത്. ഇത് വെരാവലിന് വിടുന്ന വണ്ടിയാണ്. വെരാവലിൻ്റെ ഗാന്ധിനഗർ വരെ പോകുന്ന ഒരു ഇൻ്റർസിറ്റി വണ്ടിയാണ്. അപ്പോൾ അത് വരാൻ വേണ്ടിയാണ് നമ്മൾ പിടിച്ചത്. അപ്പോൾ ഇനി നമ്മൾ രാജ്കോട്ടിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. വെരാവൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ ഇൻ്റർസിറ്റി. അടുത്ത WP5 കിടക്കുന്നുണ്ട്. അമൂൽ മിൽക്കിൻ്റെ പരസ്യം ഒട്ടിച്ചത്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അമൂൽ മിൽക്ക്. കണ്ട, ഇത് പണ്ട് തൊട്ടേ അമൂൽ പരസ്യമുണ്ട് ഈ ഒരു ഇതേപോലത്തെ കുറേ ലോക്കോ ഇല്ല കണ്ടോ.
വെരാവലിന് സിംഗിൾ ലൈനാണ് കേട്ടോ. ഇനി ഇവിടുന്ന് വെരാവൽ വരെ സിംഗിൾ ലൈനാണ് നമ്മുടെ റൂട്ട്. നമ്മൾ വെരാവലെത്തുന്ന ഉച്ചയ്ക്ക് 3:45 ഉച്ച കഴിഞ്ഞ് 3:45. ഇപ്പോൾ സമയം 11:30. ഇനിയുണ്ട് സമയം കേട്ടോ, ഇഷ്ടം പോലെ. ഇത് കണ്ടോ, പുറത്തൊന്നുമില്ല കണ്ടോ, ചുമ്മാ ഇങ്ങനെ വരണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പുറത്ത് കാണാൻ മാത്രമൊന്നുമില്ല. ഇത് തന്നെയാണ് അവസ്ഥ. കണ്ടാ, ഒന്നുമില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം, അല്ലാണ്ട് അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച്. 36 ഡിഗ്രി ചൂടാകട്ടെ ഇവിടെ. 36 ഡിഗ്രി പോരെ, അമ്മാതിരി ചൂടാണ്. നമ്മുടെ വെരാവൽ എക്സ്പ്രസ് ഒരു 7 മിനിറ്റ് നേരത്തെ ഇവിടെ കൊണ്ടൽ എന്നൊരു സ്ഥലത്ത് കണ്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. 12:23 എത്താണ്ട് നമ്മൾ 12:16 എത്തി. ഇനി ഇവിടുന്ന് 12:24 എടുക്കത്തുള്ളൂ. ഇനി ഒരു 3 സ്റ്റോപ്പും കൂടെ ഉള്ളൂ നമുക്ക് വെരാവൽ എത്താൻ വേണ്ടി. നവഗഡ്, പിന്നെ ജുനഗഡ് ജംഗ്ഷൻ, അവിടെ നിന്നാണ് മറ്റേ മീറ്റർ ഗേജ് ട്രെയിൻ തുടങ്ങുന്നത്. പിന്നെ കെഷോദ്. ഇങ്ങനെ 3 സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മൾ വെരാവൽ ജംഗ്ഷൻ എത്തും. ലാസ്റ്റ് ദിവസത്തെ നമ്മുടെ ലഞ്ചാണ് ഈ കാണുന്നത്. പച്ചരി ചോറും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മെഴുക്കുവരട്ടിയും പിന്നെ 2 ചിക്കൻ ലെഗ് പീസും കറിയും ഗ്രേവിയും പോലെ. അടിപൊളിയല്ലേ. നമ്മുടെ വെരാവൽ എക്സ്പ്രസ്സിനെ ഇപ്പോൾ വീർപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്രോസിങ്ങിന് പിടിച്ചിട്ടേക്കുവാണ്. ഒരു വണ്ടി വരുന്നുണ്ട്. വെരാവലിന് ജബൽപൂർ പോകുന്നൊരു എക്സ്പ്രസ് വരുന്നുണ്ട്. അത് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയാണ്. ഇത് സിംഗിൾ ലൈൻ ആണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചിട്ടേക്കുന്നത്. നമുക്ക് ക്രോസിങ്ങിനുള്ള വണ്ടി ഉണ്ടല്ലോ, മറ്റേ വെരാവൽ ജബൽപൂർ എക്സ്പ്രസ്, അതിനിവിടെ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അതവിടെ അപ്പുറത്തെ ലൂപ്പ് ട്രാക്കിലായിരിക്കും വരുന്നത്. ആ വെരാവൽ ജബൽപൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. LHP ആണ് കേട്ടോ. ഒരു കരി പിടിച്ചൊരു WP7 ആണ് ലോക്കോ. ഇതിൽ ട്രെയിൻ ബോർഡ് കൊടുത്തിരിക്കുന്നത് സോംനാഥ് ജബൽപൂർ എന്നാണ്. പക്ഷേ ഈ സോംനാഥിലേക്ക് ട്രെയിൻ പോകുന്നില്ല. ആക്ച്വലി ഈ വെരാവലിന് സോംനാഥിലേക്ക് ചെറിയൊരു ബ്രാഞ്ച് ലൈൻ ഉണ്ട്, പക്ഷേ അത് ക്ലോസ് ചെയ്തു. എന്തോന്ന് അറിയത്തില്ല, അത് ഓടുന്നില്ല അങ്ങോട്ടേക്ക്. സോംനാഥ് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്, അവിടെ പോയിട്ടുമുണ്ട് അന്ന് അയൻബി ട്രിപ്പ് പോയപ്പോൾ ചേട്ടൻ്റെ കൂടെ. ചെറിയൊരു സ്റ്റേഷനാണ്. അപ്പം അങ്ങോട്ട് ഇപ്പോൾ ട്രെയിൻ ഓടുന്നില്ല. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. ഇപ്പോൾ വെരാവലിനാണ് എല്ലാം സ്റ്റാർട്ടിങ്. ഫുഡ് കഴിച്ചത് മൊത്തം 700 രൂപയായി. 700 രൂപയെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്കത്തെ 2 ചിക്കൻ ഫ്രൈ, പിന്നെ ചോറ്, ഇന്ന് രാവിലത്തെ ഉപ്പുമാവ്, ഇന്നലെ രാത്രിലത്തെ ചിക്കൻ ഫ്രൈയും ചോറും, അത് ഇന്നലെ രാത്രിലത്തെ ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും, ഇന്നലെ ഉച്ചക്കത്തെ ചിക്കൻ ഫ്രൈ ഊണും. ചിക്കൻ ഫ്രൈക്ക് ഒരെണ്ണത്തിന് ഒരു പീസിന് 80 രൂപയാണ്. അത് കുഴപ്പമില്ല ആ പൈസ കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നമ്മൾ ട്രെയിനകത്ത് കഴിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഈ വണ്ടിയിലെ ഫുഡ് ഒരു അണ്ടർ റേറ്റഡ് സംഭവമാണ്. അങ്ങനെ ആർക്കും അറിയത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല, ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ഫുഡ് നല്ലതാണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ അത്രയ്ക്ക് ഓവർ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ഒരു നോർമൽ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അതേ ഒരു ഇത് നമുക്ക് കിട്ടും. നമ്മുടെ വെരാവൽ എക്സ്പ്രസ് അങ്ങനെ ജുനഗഡ് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:40 1:33 അതിൻ്റെ സമയം. 12 മിനിറ്റ് എന്തോ ലേറ്റേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സൈഡിൽ നമുക്ക് കുറേ മലകളൊക്കെ കാണാം. ഗിർ ഫോറസ്റ്റ് ആ ഭാഗത്തോട്ടാണ് കേട്ടോ. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടായിരുന്നു. ഗിർ ഫോറസ്റ്റ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. ആ മീറ്റർ ഗേജ് റൂട്ടും തുടങ്ങുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ കാരണം വണ്ടി പയ്യെ പോവാണ്. സ്റ്റേഷൻ എത്താറായി.
അങ്ങനെ നമ്മൾ ജുനഗഡ് ജംഗ്ഷനിൽ വന്ന് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1:45. ഇവിടെ എവിടെയാണ് മീറ്റർ ഗേജ് സ്റ്റേഷൻ എന്നറിയത്തില്ല. ഇവിടെ അല്ല, ഇവിടെ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പോൾ ആ ഇതിൻ്റെ അപ്പുറത്തോ എവിടെയെങ്കിലും ആയിരിക്കും. അത് കുറച്ച് മാറി എങ്ങാണ്ടാന്ന് തോന്നുന്നു. കണ്ടിട്ട് കാണുന്നില്ല ഇവിടെ നോക്കിയിട്ട്. അതുകൊണ്ട് അവിടെ അത് തോന്നുന്നു കേട്ടോ. അവിടെ എന്തോ ഒരു ഷെഡ് പോലെ ഉണ്ട്. സാധാരണ ഒരു സ്റ്റേഷനാണ് കേട്ടോ. ഒന്നുമില്ല, ചെറിയൊരു സ്റ്റേഷൻ അത്രേ ഉള്ളൂ. 3 പ്ലാറ്റ്ഫോം എങ്ങാണ്ടേ ഉള്ളൂ. കുഞ്ഞൊരു സ്റ്റേഷനായത്. ഈ ജുനഗഡ് ജംഗ്ഷൻ വരുന്നത് ഭാവ്നഗർ ഡിവിഷനാണ്. ഈ വെരാവലും എല്ലാം ഉള്ളത് ഭാവ്നഗർ ഡിവിഷനിലാണ്. അതെ, ഇതാണ് മീറ്റർ ഗേജ് ട്രാക്ക്. നോക്കിയേ. ഓ, അടിപൊളി കേട്ടാ, സൂപ്പർ അല്ലേ. ഇതാണ് മറ്റേ വെരാവലിന് ഒറ്റ വണ്ടിയുള്ളൂ ഇപ്പോൾ ഈ ജുനഗഡിലേക്ക് കേട്ടോ. നേരത്തെ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടായിരുന്നു, ഞാൻ പറയാം അതെങ്ങനെയാണെന്ന്. ഇതാണ് നമ്മുടെ വെരാവൽ ജുനഗഡ് മീറ്റർ ഗേജിലെ ജുനഗഡ് സ്റ്റേഷനിലെ ട്രാക്ക് കണ്ടാ. 2 പ്ലാറ്റ്ഫോമാണുള്ളത്. എനിക്കൊന്നും ഇവിടെ അതൊന്നും വണ്ടി എടുത്തുന്നു. ട്രെയിനോ എഞ്ചിനോ ഒന്നും ഇല്ല കേട്ടോ. എല്ലാം വെരാവലിലാണ് തോന്നുന്നു അതിൻ്റെ ബേസുള്ള. 2 വഴിയും വെരാവൽ പോവാം. ആ മീറ്റർ ഗേജ് വഴിയും പോവാം, ഇതിലേയും പോവാം. പക്ഷെ നമ്മളാണ് വേഗം എത്തുന്നത് കേട്ടോ. നേരെ കിടക്കുന്ന ലൈനാണ് മീറ്റർ ഗേജ് ലൈൻ. കേട്ടോ, നേരെ ട്രാക്ക് ഉണ്ട് കിടക്കുന്നത്. അതിലാണ് ആ മീറ്റർ ഗേജ് വണ്ടി പോകുന്നത്. തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് നമ്മൾ എത്തിയിരിക്കുകയാണ്. കേശോദം എന്നാണ് ഈ ഒരു സ്റ്റേഷൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഈ കേശോദം സ്റ്റേഷൻ നമ്മൾ കയറുകയാണ്. ഇനി ഇവിടെ നിന്നൊരു 1 hour വേണ്ട, നോക്കാം എത്ര മണിക്കൂർ എടുക്കുന്നത്. കാരണം 2 വണ്ടി ക്രോസിംഗ് ഉണ്ട്. ഇനി ഒരു വന്ദേ ഭാരത് ഉണ്ട്, പിന്നെ വേറെ ഏതൊരു വണ്ടി കൂടെ ഉണ്ട്. വെരാവലിന് സബർമതി വന്നിട്ട് വന്ദേ ഭാരത് ഉണ്ട്. അത് പോകാൻ വേണ്ടി മിക്കവാറും എവിടെയും പിടിച്ചിട്ട് പോയിരിക്കും. ഇവിടെ നിന്ന് 50 കിലോമീറ്റർ അടുപ്പിച്ചാണ് വെരാവലിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാസഞ്ചർ ഉണ്ട് ക്രോസിങ്ങിന്. അത് 3 മണിക്ക് വെരാവലിന് വിടുന്നതാണ്. നമ്മൾ ഒരുപാട് നേരത്തെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു നമ്മളിവിടെ ചോർവാട് റോഡ് എന്നുള്ള സ്റ്റേഷനിൽ ലൂപ്പ് ട്രാക്കിൽ പിടിച്ചു. ക്രോസിംഗ് ആവാനാണ് ചാൻസ്. നോക്കാം എന്തായാലും. ഈ സ്റ്റേഷൻ വെരാവലിന്റെ ഒരു സ്റ്റേഷൻ മുമ്പാണ്. വെരാവലിന് സബർമതിക്ക് പോകുന്ന വന്ദേ ഭാരതാണ് ഇപ്പോൾ പോയത്. 8 കോച്ച് മാത്രമുള്ള കുഞ്ഞു വന്ദേ ഭാരതായിരുന്നു. അപ്പോൾ ഇനി ഒരു സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ വെരാവലെത്തും. ഈ വന്ദേ ഭാരതി വണ്ടി ഇവിടെ പിടിച്ചത്. അങ്ങനെ നമ്മൾ വെരാവലെത്താറായി. അപ്പോൾ നമ്മൾ 2 ദിവസം കിടന്ന് ബർത്താണ് കാണുന്നത്. ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടപ്പുണ്ടല്ല. ഫൈനലി നമ്മൾ തന്നെ വെരാവൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെരാവൽ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ ട്രെയിൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ വെരാവൽ ജംഗ്ഷനിലേക്ക് കയറുകയാണ്. നല്ല ചൂടാണ് കേട്ടോ. പുറത്ത് നല്ല ചൂടാണ്. ഇവിടെ കുറേ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴേ കുറേ തെങ്ങുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ കുറേ ഫാക്ടറി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് വെരാവൽ. നമ്മുടെ സോംനാഥ് ക്ഷേത്രത്തിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. എനിക്കൊന്ന് അവിടെ നിന്നൊരു 13 കിലോമീറ്റർ എന്തോ ഉള്ളൂ സോംനാഥ് ക്ഷേത്രത്തിലേക്ക്. നോക്കി ഇവിടെ എല്ലാം തെങ്ങുണ്ട് കണ്ടോ. നിറച്ച് തെങ്ങുണ്ട് ഇവിടെ എല്ലാം. കുറേ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു വരുന്ന വഴിക്കെല്ലാം. നമ്മളിപ്പോൾ ഈ ട്രെയിനിൽ കയറിയിട്ട് 2 ദിവസമായി, പക്ഷേ ട്രാവൽ ടൈം 2 ദിവസം ആയിട്ടില്ല. നമ്മൾ തിങ്കളാഴ്ച 3:45 തുടങ്ങിയതാണ്. ഇപ്പം സമയം 3:20 ആവുന്നു. നമ്മൾ വെരാവൽ ഓൾമോസ്റ്റ് എത്തി തുടങ്ങി. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസ് വെരാവൽ ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. വണ്ടി ഒരു 20 മിനിറ്റ് നേരത്തെയാണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഇനി ഇവിടെ സെക്കൻഡറി മെയിൻ്റനൻസ് ഉണ്ട്. കാരണം ഇത് 2400 കിലോമീറ്റർ ഓടി വന്ന വണ്ടിയല്ലേ. അപ്പോൾ ഇനിയിവിടെ സെക്കൻഡറി മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് നാളെ, അതായത് വ്യാഴാഴ്ച രാവിലെ 6:55 ഈ വണ്ടി ഇവിടെ നിന്ന് വെരാവലിന് പുറപ്പെടുന്നത്.
വെരാവൽ ജംഗ്ഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ് നമ്മൾ വന്ന് കയറുന്നത് കേട്ടോ. ചെറിയൊരു സ്റ്റേഷനാണ്, അത്ര വലിയ സ്റ്റേഷനൊന്നുമല്ല. പക്ഷേ ഇവിടെ കോച്ചിങ് ഡിപ്പോ ഒക്കെ ഉണ്ട്. ഇവിടെ വണ്ടികൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് വെരാവൽ ജംഗ്ഷൻ കേട്ടോ. കടൽ തീരത്തിന് അടുത്തുള്ളൊരു സ്റ്റേഷൻ കൂടാണ്. നമ്മുടെ സോംനാഥ് അമ്പലം ഇല്ലേ, അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം വെരാവൽ എക്സ്പ്രസ് അങ്ങനെ വെരാവലിൽ വന്നിരിക്കുകയാണ്. നമ്മൾ എൻഡ് ടു എൻഡ് യാത്ര ചെയ്ത് വന്നിരിക്കുക. എൻഡ് ടു എൻഡ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3:45 ഏറിയാണ് ഇവിടെ എത്തുന്ന ബുധനാഴ്ച 3:30. വെരാവൽ ജംഗ്ഷൻ്റെ ഒരു ബോർഡിൻ്റെ പടം കൂടെ നമ്മളെടുത്തു. കുറേ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ, ഇഷ്ടംപോലെ. നമ്മുടെ മലയാളികളും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ഇവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്കിനി റൂമിൽ പോയി ഫ്രഷായിട്ട് അമ്പലത്തിൽ പോകണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 തന്നെ ഒരു ദർഗയുണ്ട് കേട്ടോ. റെയിൽവേ പീർ ദർഗ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ദർഗയുണ്ട്. അപ്പോൾ വെരാവൽ ജംഗ്ഷൻ്റെ എക്സിറ്റാണ് ഈ കാണുന്നത്. ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ, അത്ര വലിയ സ്റ്റേഷനൊന്നുമല്ല, ചെറിയൊരു സ്റ്റേഷനാണ്. പക്ഷേ കുഴപ്പമില്ല, വൃത്തിയൊക്കെ ഉണ്ട്. അങ്ങനെ വൃത്തികേടൊന്നുമില്ല. ഗുജറാത്തിൽ അങ്ങനെ വൃത്തിയിട്ട സ്ഥലങ്ങൾ അങ്ങനെ കാണാറില്ല. എന്നാൽ ഉണ്ടാവും, പറയാൻ പറ്റത്തില്ല. വൃത്തികേടൊന്നുമില്ല, പക്ഷേ എന്തൊക്കെയോ ഒരിത്. ഇവിടെ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ഒക്കെ പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഫുള്ളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഈ ഭാഗം കഴിഞ്ഞു, പക്ഷേ ആ ഭാഗത്തൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിനി നേരെ റൂമിൽ പോകാം കേട്ടോ. ഞാൻ ഹോട്ടൽ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു, ഒരു 4-5 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ടേക്ക് ഇനി പോവാം. അപ്പോൾ നമ്മൾ വെരാവൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലാണിത്, ദ ഗ്രാൻഡ് ദക്ഷൻ എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയാണ്. ഇതൊരു മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ ഇവിടെ വലിയൊരു ശിവൻ്റെ ഒരു പ്രതിമയും വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ താമസിക്കുന്ന മുറി. അത്യാവശ്യം നല്ല വലിയ അടിപൊളി ഒരു മുറിയാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്. പുറത്തെന്തെങ്കിലും ഉണ്ടോ? പുറത്ത് റോഡ് കാണാൻ കേട്ടോ, നല്ല വ്യൂ. അപ്പോൾ ഇനി ഫ്രഷ് ആവട്ടെ. അപ്പോൾ നമ്മൾ കുളിച്ചൊക്കെ ഫ്രഷായി. നമ്മളിനി സോംനാഥ് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ സോംനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രമാണ്. നമുക്കറിയാം 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമാണ് ഇവിടെ ഉള്ളത്, സോംനാഥിൽ. അപ്പോൾ അവിടെ പോവാണ്. ഇവിടെ നിന്ന് ഒരു 13 കിലോമീറ്റർ ഉണ്ട്, ഒരു അരമണിക്കൂർ അടുപ്പിച്ചെടുക്കും. റാപ്പിഡോ ഉണ്ട് ഇവിടെ, അപ്പോൾ റാപ്പിഡോ എടുത്ത് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ റാപ്പിഡോയിൽ കയറി. ഇലക്ട്രിക് ബൈക്കാണ്. അങ്ങനെ നമ്മൾ സോംനാഥ് ക്ഷേത്രത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആക്ച്വലി അടുത്ത ദിവസമാണ്. ഞാൻ നേരത്തെ കുളിച്ച് വന്നത് പറഞ്ഞതേ ഉള്ളൂ. ഈ വീഡിയോയിൽ ഇറച്ചി അടിക്കുന്നത് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. അന്ന് തന്നെ പോയതാണ്, അന്ന് പോയതല്ല, അടുത്ത ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചർ, അതായത് നമ്മുടെ തമിഴ്നാട് ആർക്കിടെക്ചറിൽ ഒരു അമ്പലം കാണാൻ പറ്റും. ഒരു ലക്ഷ്മീനാരായണ ക്ഷേത്രമാണത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സോംനാഥ് ക്ഷേത്രം ഉള്ളത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പല സ്റ്റേറ്റിൽ നിന്ന് പല ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഈ 12 ജ്യോതിർലിംഗം ഒരുമിച്ച് ദർശനം നടത്തുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ 12 ജ്യോതിർലിംഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പല ഭാഗത്താണ്. നമ്മുടെ കാശി, കേദാർനാഥ്, പിന്നെ ആന്ധ്രയിൽ എങ്ങാണ്ട് ഒരെണ്ണമുണ്ട്, തെലുങ്കാനയാന്ന് തോന്നുന്നു, പിന്നെ രാമേശ്വരത്ത്, അങ്ങനെ പല ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇവിടെ ഗുജറാത്തിലുള്ളത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും അവിടെ അകത്തെങ്ങാണ്ട് പറ്റത്തില്ലെന്ന് തോന്നുന്നു. മീൻസ് അങ്ങോട്ട് മൊബൈലൊന്നും കയറ്റത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം. മൊബൈൽ കയറ്റുന്നവരെ നമുക്ക് എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ നിറച്ച് തിരക്കാണ്. അത്യാവശ്യം നമുക്ക് ദർശനം നടത്താനും ക്യൂ ഉണ്ടാവും. ഇവിടെ മഴക്കോളുണ്ട്, ചെറിയൊരു മഴക്കോളുണ്ട്. മഴ പെയ്താൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും, കാരണം കടൽ തീരല്ല. ഇവിടെ കടലാണ് കാണുന്നത്, അറബിക്കടലാണ് ഇതിന് തൊട്ടപ്പുറത്ത്, അറിയോ. അപ്പോൾ മഴ പെയ്താൽ നല്ല ചാലഞ്ചിങ് ആയിരിക്കും, നല്ല കാറ്റൊക്കെ ഉണ്ടാവും. മൊബൈൽ ഫോൺസ്, ക്യാമറാസ് ഒന്നും അമ്പലത്തിനകത്ത് പ്രവേശിപ്പിക്കത്തില്ല. അപ്പോൾ അതിനെന്തെങ്കിലും ക്ലോക്ക് റൂമോ എന്തെങ്കിലും കാണും. അപ്പോൾ നമുക്ക് നോക്കാം, അവിടം വരെ പോകാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ പോയി ദർശനം നടത്താം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ, ഇവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയി ദർശനം നടത്തിയിട്ട് വരട്ടെ. അമ്പലം നിങ്ങളെ അവിടെ സൈഡിൽ കൂടെ വല്ലതും കാണിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കാണാം കണ്ടോ. നേരത്തെ ഇങ്ങനെ ഉണ്ടായിരുന്നൊന്നും എനിക്ക് അറിയത്തില്ല അന്ന് വന്നപ്പോൾ. ഇപ്പോൾ ഇവിടെ ഫുൾ ഇവരെ അടച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പോയി ദർശനം നടത്തിയിട്ട് വരാം. അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് പോയി വന്നു. അകത്ത് അടിപൊളിയാണ്. വെറുതെ എല്ലാവരും ഫോൺ കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത്. ഫോൺ കൊണ്ടുപോയി അവിടെ ഫോട്ടോ എടുത്ത് നിൽക്കും, അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് പോയിട്ടുള്ളതൊക്കെ അറിയാൻ പറ്റും. സൂപ്പറാണ്, ഭയങ്കര വർക്കാണ്. നമുക്ക് ഈ ഫോൺ എടുക്കുന്ന അവിടെ ഇരുന്നാൽ അമ്പലം ശരിക്കും കാണാൻ പറ്റും ദൂരേന്ന്. അടുത്ത് പോകാൻ പറ്റത്തില്ല. സൂപ്പറാണ് അകത്ത് കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, ഞാൻ ഒരു 10 മിനിറ്റ് നിന്നേ ഉള്ളൂ, ഒട്ടും തിരക്കില്ലായിരുന്നു. ഇതാണ് നമ്മുടെ സോംനാഥ ക്ഷേത്രം കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ മാക്സിമം സൂം ചെയ്ത് കാണിക്കുകയാണ്. കണ്ടാ, ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ അമ്പലം, അടിപൊളിയാണ്, നല്ല വർക്കാണ്. ചുറ്റിനും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിയുമ്പോൾ രാത്രി ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ മഴ ആയതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല. എനിക്ക് റൂമിൽ പോയിട്ട് നാളെ രാവിലെ നമുക്ക് അടുത്ത യാത്ര പോകാനുള്ള, അതുകൊണ്ട് അധികം നേരം നിൽക്കുന്നില്ല. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. നോക്കി,
ഇതിന് അടിപൊളിയാണ്. ഞാൻ വന്നപ്പോൾ അന്ന് ഇത് റിനോവേറ്റ് ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഈ അമ്പലമൊക്കെ പണ്ട് ഒരുപാട് തവണ പൊളിച്ച് കളഞ്ഞ് വീണ്ടും പണിത അമ്പലമാണ്. അത് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോംനാഥ് ക്ഷേത്രം. സൂപ്പറല്ലേ കാണാൻ. നമുക്ക് നല്ല കിടിലം മഴക്കാറ് കിടന്നുകൊണ്ടോ എൻ്റെ ദൈവമേ, എന്തോ ഇത് ഭയങ്കര വലിയ മഴക്കാറാണ് വരുന്നത്. അപ്പോൾ സോംനാഥ് ക്ഷേത്രത്തിൽ ഞാൻ പോയി ദർശനം നടത്തി പോയ ഒരു കമ്പനിയാണ്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ ഗിർ ഫോറസ്റ്റിനകത്തോടുള്ള ട്രെയിൻ യാത്രയാണ്. വെരാവൽ ജുനഗഡ് മീറ്റർ ഗേജ് ട്രെയിനാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. വെരാവിൽ നിന്നും ജുനഗഡിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വീഡിയോയിൽ ജുനഗഡ് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്കുള്ളൊരു മീറ്റർ ഗേജ് ട്രെയിനാണ്. പണ്ടത്തെ ട്രെയിനാണ്, മറ്റേ ബ്രൗൺ കളർ കോച്ചൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളതാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെരാവൽ ജുനഗഡ് മീറ്റർ ഗേജ് യാത്രയുടെ അടുത്ത ദിവസം കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. നെക്സ്റ്റ് ദിവസം കാണാം. ബൈ.